71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ആവേശകരമായ തുടക്കം. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയായി. വള്ളംകളി പ്രേമികൾ കാത്തിരിക്കുന്ന ചൂണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും. ചരിത്രത്തിലാദ്യമായി 21 ചൂണ്ടൻ വള്ളങ്ങളാണ് എ ഗ്രേഡ് വിഭാഗ മത്സര രംഗത്തുള്ളത്. 6 ഹീറ്റ്സ് മത്സരങ്ങളും ചുണ്ടൻ വിഭാഗത്തിൽ നടക്കും. നെഹ്റു പവലിയനിൽ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം നടക്കും. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഇത്തവണ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ തകർക്കപ്പെടാൻ സാധ്യതയുള്ള ചില റെക്കോർഡുകളാണ്. പ്രത്യേകിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഈ തുഴയുന്ന മേൽപ്പാടം ചൂണ്ടൻ വിജയിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബ് PCB ആകും. അതുപോലെ തന്നെ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി തുഴയുന്ന തലവടി ചൂണ്ടൻ വിജയിച്ചാൽ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി നേടുന്ന ക്ലബ്ബ് എന്ന പേരും ഖ്യാതിയും അവർക്കും സ്വന്തം. അപ്പോൾ ക്ലബ്ബുകൾ ആവേശത്തിലാണ്, കരക്കാർ ആവേശത്തിലാണ്. എങ്ങനെയാണ് ജലമേളയുടെ ഒരു ആരവം ആലപ്പുഴയിൽ? അക്ഷരാർത്ഥത്തിൽ പുന്നമടക്കായലിന്റെ പരിസരമാകെ വള്ളംകളി ആവേശത്തിലാണ്. രാവിലെ മുതൽ 100 കണക്കിന് പേരാണ് ഇവിടേക്ക് വള്ളംകളി ആസ്വദിക്കുന്നതിനായി എത്തുന്നത്. അജി പറഞ്ഞതുപോലെ ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാത്രമല്ല, എല്ലാ ബോട്ട് ക്ലബ്ബുകൾക്കും വള്ളങ്ങൾക്കും ഒട്ടേറെ ആരാധകരുണ്ട്. അവർ ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ നെഹ്റു ട്രോഫിയിലും ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ എത്തുന്നവരുടെ ആ കാത്തിരിപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം ചെണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ് മത്സരം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം നെഹ്റു പവലിയനിലും ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഓരോ യുവാക്കളും വള്ളംകളി പ്രേമികളും ഇങ്ങനെ വലിയ പാട്ടുകളും ആഘോഷങ്ങളുമായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2ാമത് ഹാട്രിക്ക് പൂർത്തിയാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം കനത്ത വെല്ലുവിളിയായി മറ്റു ബോട്ട് ക്ലബ്ബുകളുമുണ്ട്. കോട്ടയത്തിൽ നിന്നും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുണ്ട്, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബുണ്ട്, അതുപോലെ തന്നെ കൈനഗിരിയിൽ നിന്ന് തന്നെ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബുണ്ട്, നിരണം ചുണ്ടനുണ്ട്. അങ്ങനെ ആവേശത്തിന്റെ വലിയ പ്രതീക്ഷകളാണ് ആവേശത്തോടെ ഏവരും കാത്തിരിക്കുന്നത്. എന്നാലും നിരവധി പേരാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ വള്ളംകളി ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം നെഹ്റു പവലിയനിൽ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. മാർച്ചിലുണ്ടാകും. അതിനുശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഏവരും കാത്തിരിക്കുന്ന ഹീറ്റ് മത്സരങ്ങൾ. ചെറുവള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരവും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ് മത്സരവും ഫൈനൽ മത്സരവുമാണ് നടക്കേണ്ടത്. അതെ ജോസി, 2024 മത്സരം എടുത്തു പറയുകയാണെങ്കിൽ ചൂണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഫിനിഷ് ചെയ്ത 4 മിനിറ്റ് 14 സെക്കൻഡ്. ഇത്തവണ ആര് തകർക്കപ്പെടും ആ ഒരു റെക്കോർഡ് എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഈ റെക്കോർഡ് തകർക്കപ്പെടാൻ സാധ്യതയുണ്ടോ, പള്ളാത്തുരുത്തിക്ക് കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏതായാലും ജോസി സൂചിപ്പിച്ച പോലെ നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നിരണം ചുണ്ടൻ വിജയിച്ചാൽ നെഹ്റു ട്രോഫി നേടുന്ന ഏറ്റവും കിഴക്ക് നിന്നുള്ള ചുണ്ടൻ, പത്തനംതിട്ടയിൽ നിന്നുള്ള ചുണ്ടൻ ഒരുപക്ഷെ നിരണം ബോട്ട് ക്ലബ്ബ് ആയിരിക്കും. അങ്ങനെ ഈ ജലമേളയിലെ രാജാവ് ആരാണ് എന്നറിയാൻ, ജലരാജാവ് ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഏതെങ്കിലും പുതിയ ക്ലബ്ബുകൾ ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എപ്പോഴാണ് ജോസി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങുകൾ, മറ്റു വിശദാംശങ്ങൾ? അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും അജി സൂചിപ്പിച്ചതുപോലെ വള്ളംകളി പ്രേമികൾ പല നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. പ്രധാനമായും നമ്മുടെ ആങ്കർ ചോദിക്കുകയാണ്, ഈ പള്ളാത്തുരുത്തിയാണല്ലോ ഏറ്റവും മികച്ച റെക്കോർഡ് ഇട്ടിരിക്കുന്നത്, 4 മിനിറ്റ് 10 സെക്കൻഡ്. അത് ഈ തവണ തകർക്കപ്പെടുമോ? ഇനി ആരെങ്കിലും പള്ളാത്തുരുത്തിയെ വെല്ലുവിളിയായി ഇവിടെ വരുമോ? എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊക്കെ? ഇത്തവണത്തെ വള്ളംകളി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 8-9 ചുണ്ടൻ വള്ളങ്ങൾ കപ്പിന് വേണ്ടി തന്നെ വരുന്നതാണ്. അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ എപ്പോഴും നമുക്ക് ഒരു മുൻഗണന കൊടുക്കേണ്ടത് BBC പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം വള്ളത്തിനാണ്. അവരാണ് ഏറ്റവും ഒരു ബെസ്റ്റ് രീതിയിൽ നിൽക്കുന്നത്. പിന്നീട് KTBC നല്ലൊരു പെർഫോമൻസ്, പായിപ്പാടൻ നിൽക്കുന്നത് നമ്മുടെ അച്ചയൻസ് ഗോൾഡിന്റെ
ക്യാപ്റ്റൻസി വരുന്നു. അതിനുശേഷം നിരണം വള്ളം നല്ലൊരു പെർഫോമൻസുമായിട്ടാണ് നിരണം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വിയപുരം കഴിഞ്ഞ വർഷം മൈക്രോ സെക്കൻഡിന് ട്രോഫി നഷ്ടപ്പെട്ടു. സെയിം ടീം സെയിം വള്ളം തന്നെ. അതും നല്ലൊരു പെർഫോമൻസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരിച്ചാലിനെ നമുക്ക് ഒരിക്കലും ജലചക്രവർത്തിയാണ് കാരിച്ചാലിനെ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റാത്തില്ലാത്തൊരു ട്രോഫി നേടുന്നതിന് കാരിച്ചാലാണ്. ഏറ്റവും കൂടുതൽ തവണ കപ്പെടുത്തേക്കുന്നത് വള്ളം കാരിച്ചാൽ ചുണ്ടനാണ്. അതായത് 1970 തുടങ്ങി 2025 വരെയും അവന്റെ ജൈത്രയാത്രയാണ് ഈ പുന്നമടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടി വിയിൽ കാണുന്നതിൽ വലിയ ആവേശമാണല്ലോ ഇവിടെ നേരിട്ട് വന്ന്. ഭയങ്കര ആവേശം തന്നെയാണ്. ഇതിൽ കൂടുതൽ കിട്ടത്തില്ല. നേരിട്ട് തന്നെ അതായത് ഞാനൊരു കോട്ടയംകാരനാണ്. അപ്പർ കുട്ടനാടൻ പ്രദേശമാണ്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ് വള്ളംകളി. ഈ ദിവസം ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്താ, അതല്ലേ? ഞങ്ങളുടെ ഇവിടെ ബോട്ട് ക്ലബ്ബ് വരെയാണ്. നാട്ടാ ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്ന ആ കാലഘട്ടം ഞങ്ങൾ ഈ എബിൻ സാറൊക്കെ എന്റെ ഭാരവാഹികളായിരുന്നു. 2015 വരെ നാട്ടാം ബോട്ട് ക്ലബ്ബ് ചുണ്ടനിൽ കളിച്ചിട്ടുണ്ട്. എന്തായാലും മഴ ഒരു ചെറിയ പ്രതിസന്ധിയാകുമോ? എന്ത് മഴ? കുട്ടനാട്ടുകാർക്ക് മഴ എന്ത്? നെഹ്റു ട്രോഫിയാണ് ഏറ്റവും വലിയ മഴ. ഇത് പേമാരിയാണ് പെയ്യാൻ പോകുന്നത്. ഒരു അരമണിക്കൂറുള്ളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവാണ്.